ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ കുറേ പേര് ഇന്നത്തെ എൻ്റെ 9 മണിയിലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ആൻറ്റി, ഇന്നാണ് ഞങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞിട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ എനിക്കത് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഞാനത് പറയാത്തത്. പക്ഷേ ഇന്നലെ പറഞ്ഞപ്പോൾ അതുപോലെ കുറേ കോണ്ടാക്ട്സ് എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു ചെറിയൊരു സന്തോഷമാവും. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ കാണും. ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുന്നൊന്നും. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ രീതിയിലും ഉയർന്നു വന്ന ഒരു ചാനൽ പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉയർത്തിക്കൊണ്ടിരണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയേക്കട പോലെ തന്നെ 8 പിടി ചെയിൻ. അപ്പോൾ ഞാനതങ്ങനെ എഴുതിയതാണ്. കാരണം അപ്പോൾ നിങ്ങൾക്കത് എന്താണ് ഇന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ആവശ്യമില്ലാത്തതാണെങ്കിൽ കാണാനും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഴുതണത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് കാണാണ്ടാവുമ്പോൾ അയ്യോ ഇതിനാണ് ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ മുകളിൽ 8 പിടി ചെയിൻ എഴുതിയത്. പിന്നെ ഇത് 8 പിടി ആയാലും ഇത് 6 പിടി ആക്കാൻ പറ്റും, 10 പിടി ആക്കാൻ പറ്റും. അത് ചിലത് മാത്രം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലത് മാത്രം. ഇപ്പോൾ ഈ കാണുന്നത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ പണികൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ. മറ്റേ കണ്ണികൾ നിറച്ചുള്ളതാണെങ്കിൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചെറുതാക്കാനും വലുതാക്കാനും പറ്റും കേട്ടോ. പക്ഷേ ഇത് അങ്ങനെ 6 പിടിയിൽ റെഡിമെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി അപ്പം തന്നെ തരും. അതുപോലെ നാളെ ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുള്ളത് 6 പിടിയും 10 പിടിയും മാത്രം അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അല്ലാത്തൊരു ഡിസൈൻ അതിൽ 6 പിടിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോറലിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളുടെ കയ്യിൽ കണ്ടമാനം നെക്ലസ്സുകളുണ്ട് കോറലിൻ്റെ തന്നെ. പിന്നെ കോറലും പേളും ആയിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ വഴിയേ കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ പ്ലേറ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനുള്ള ഐറ്റംസ് കാണിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ ഈ ആഴ്ച മൊത്തം അവധിയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ ഇത് മാലകൾ ഓരോന്നായിട്ട് കാണുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കോറലും പേളായിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ തന്നെ കമ്മലും ലോക്കറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കോറലും പേളുമായിട്ടുള്ള കോമ്പിനേഷനാണ് കുറേ പേർക്കൊക്കെ ഇഷ്ടം. കുറച്ച് പേർക്ക് കോറൽ മാത്രം പിന്നെ പേള് മാത്രം ആണ് ഇഷ്ടം. ശരിക്കും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നല്ലത്. പക്ഷേ ഈ മിക്സഡ് സംഭവം ഭയങ്കര ഭംഗിയാണ്. പേളും കോറലും ഉള്ളതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലപ്പോഴും അതിൻ്റെ സ്റ്റോക്ക് വരുള്ളൂ എന്ന് മാത്രം. വളരെ റെയറായിട്ടാണ് പേളും കോറലും ആയിട്ടുള്ള സംഭവം വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് 6 പിടിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് നമ്മളുടെ ഇതിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ വിളിക്കരുത് ആരും. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പരിഭവം തോന്നരുത്. കാരണം ഫോൺ സൈലൻറ്റിലാണ്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ത് തന്നെയായാലും റിപ്ലൈ കിട്ടും. സൺഡേ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വൈകും. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാമല്ലോ, ഒഴിവ് ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ നിന്നൊന്നും വരില്ല. അപ്പോൾ എപ്പോഴാണോ കാണുന്നത് അപ്പം ഞാൻ 2 മണിക്ക് മുമ്പാണെങ്കിൽ എന്തായാലും ഞാൻ എപ്പോഴും വന്ന് നോക്കും. കാരണം 2 മണിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് കാരണം. അല്ലാത്തതാണെങ്കിൽ മാത്രമാണ് ഞാൻ ചിലപ്പോൾ ഒന്ന് പിന്നാക്കം വയ്ക്കുക. എന്നാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കും. കാരണം പിറ്റേ ദിവസം കുറേ കാരണം പറഞ്ഞു അല്ലേ, പിറ്റേ ദിവസം 2 മണി വരെ എനിക്ക് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു തരം ഡിസൈനുള്ള ഒരു തരം മുത്താണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. ഒക്കെ പ്ലേറ്റഡ് ഐറ്റംസാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് ഈ ഫാൻസി ഓരോ സാധനങ്ങൾ ചോദിച്ചിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളില്ല എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടേത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നീട് പറയും അയ്യോ ഇതല്ല ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സമയം അവരുടെ സമയം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണത് നമ്മളുടെ ഐറ്റംസ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. അല്ലാണ്ട് കുന്തൻ സംഭവങ്ങളോ അങ്ങനെയൊന്നുമല്ല. പിന്നെ നോർമൽ മുത്തുകൾ, നല്ല തരം മുത്തുകളുണ്ടല്ലോ, ഹൈദരാബാദ് മുത്തുകളുടെ മാത്രം മാലകളുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ദിവസം അത് വീഡിയോ ഇടാം കേട്ടോ. 4 ലെയർ 3 ലെയർ 1 ലെയർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നല്ലോണം പോണ ഒരു ഐറ്റമാണ്, ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് അത്. അപ്പോൾ അതുണ്ട്. അല്ലാത്ത സംഭവങ്ങളൊന്നും നമ്മളുടെ കയ്യിലില്ല കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളുടെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ്. ഇതുപോലെ 1-2 കുട്ടികൾ ആ കടയിൽ ഭയങ്കര കുറവായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ വാങ്ങിച്ചപ്പോൾ കുറവായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ
എനിക്കിതൊന്നും പറയാനില്ല. കാരണം നമ്മളാരോടും നിർബന്ധിച്ച് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്ന് നമ്മളൊരിക്കലും പറയാറില്ല. ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് നമ്മൾ എല്ലാതും ചെയ്യണത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മളുടെ വിശേഷം. അപ്പോൾ ഇത് ഞാൻ ഇടയിൽ 6 പിടിയാണെന്നുള്ളത് മറക്കണ്ട എന്ന് വിചാരിച്ചിട്ട് 6 പിടിയുടെ ബോക്സ് ഇടയ്ക്ക് വെക്കണതാണ് കേട്ടോ. 8 പിടിയുടെ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ മറക്കും. ഇത് കുറേ ഉള്ളത് കാരണം ഏതാണ് 6 പിടി ഏതാണ് 8 പിടി എന്നുള്ളത് എനിക്ക് തന്നെ ആശയക്കുഴപ്പം വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർണമെൻറ്റ്സ് ഇതിലേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക, അഡ്രസ്സ് പേ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതനുസരിച്ച് ചെയ്താൽ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നാളെ ഒരു ദിവസമുള്ളൂ. പെസഹ വ്യാഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുഃഖവെള്ളി അവധിയാണ്, ദുഃഖശനി. അപ്പോൾ നാളെ അയച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും കോറലിൻ്റെ മാലകൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ജസ്റ്റ് കുറേ എന്തൊക്കെയോ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഞാൻ സമാധാനത്തിൽ ഇടണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സമാധാനപൂർവ്വമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു സന്തോഷം. കാരണം മര്യാദയ്ക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മുടങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തോ എന്ന് വെച്ചിട്ട് ചെയ്ത പണിയാണ് അത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ആവശ്യക്കാർ ഉടനെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇനി നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് ബൈ.